നമസ്കാരം. ഡോക്ടേഴ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അതിവിദഗ്ധമായി തെളിഞ്ഞിരിക്കുന്ന ഒരു മോഷണ കേസിന്റെ കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആലുവയിൽ നടന്ന ഒരു മോഷണം. വീട്ടിൽ നിന്നും 8 ലക്ഷം രൂപയും 40 പവനുമാണ് മോഷണം പോയത്. അത് അടുത്തുള്ള സമീപവാസികളെയും അതുപോലെ വീട്ടിൽ വന്ന ആളുകളെയും CC ക്യാമറ വഴി പോലീസ് തിരയുകയും അതിനൊരു അന്വേഷണത്തിന് ഒരു തുമ്പ് ലഭിക്കാതെ വന്നപ്പോൾ മറ്റുള്ള ആളുകളിലേക്ക് ഈ അന്വേഷണം നീളുകയും ചെയ്തപ്പോഴാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഒരു റിസൾട്ട് പുറത്തു വന്നത്. അത് നമുക്ക് ആ കഥ കേൾക്കുമ്പോൾ നമുക്ക് വളരെ അത്ഭുതമാണ് തോന്നുക. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ വിശ്വാസം ഏറ്റുപിടിച്ച് വിശ്വാസത്തിന്റെ പിറകിൽ നടക്കും. നമ്മൾ വിശ്വാസികളാണ് എങ്കിലും നമ്മൾ ഓരോ വിശ്വാസികൾക്ക് ഓരോ വിശ്വാസങ്ങളുണ്ടാവും. അതിന്റെ പുറകെ പോയ ശേഷമാണ് ഈ വീട്ടമ്മയ്ക്ക് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കുന്നത്. നമുക്ക് വിശദമായ ചർച്ചകളിലേക്ക് പോവാം. അതിനു മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഇഷ്ടമുള്ള ചാനലായിട്ട് നമ്മുടെ ടോക്ക് ഷേഴ്സ് മാറുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും തുടർന്നും നമ്മുടെ ടോക്ക് ഷേഴ്സ് വീക്ഷിക്കുക, നിങ്ങളുടെ വീഡിയോസ് കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഒരു സ്ത്രീയെ കൂട്ടുപിടിച്ച് അൻവർ എന്ന ഉസ്താദ് നടത്തിയ ഒരു മോഷണത്തിന്റെ കഥയാണ് നമ്മൾ വിശദമായിട്ട് പറയുന്നത്. ആലുവയിലാണ് ഈ സംഭവം നടക്കുന്നത്. 2 ദിവസം മുമ്പ് വീട് കുത്തി തുറന്ന് മോഷണം പോയി എന്ന രീതിയിലായിരുന്നു ആദ്യം ന്യൂസ് പുറത്തു വന്നിരുന്നത്. ഈ വീട്ടമ്മയുടെ ഭർത്താവും കൂടിയാണ് ഈ കേസ് പോലീസിന് കൈമാറിയത്. വീട്ടമ്മയുടെ ഭർത്താവ് കരുതിയത് വീട്ടമ്മ പറഞ്ഞതനുസരിച്ച് ഈ വീട് കുത്തി തുറന്ന് ആരോ പൈസയും സ്വർണവും മോഷ്ടിച്ചു എന്നാണ് ഭർത്താവ് കരുതിയിരുന്നത്. അതിന്റെ പേരിലാണ് ഈ അന്വേഷണം എല്ലാം നടന്നത്. CCTV ദൃശ്യങ്ങൾ വളരെ വിദഗ്ധമായിട്ട് പോലീസ് വന്ന് ചെക്ക് ചെയ്യുകയും അപ്പോൾ ആ സമയത്ത് വീട്ടിലേക്ക് വരുന്നവരും പോയവരുമായിട്ടുള്ള ആളുകളെ ചെക്ക് ചെയ്യാൻ CCTV ഓപ്പൺ ചെയ്തപ്പോൾ ഈ CCTV ആരും തന്നെ വന്ന് പെട്ടില്ല എന്നുള്ളതാണ് വളരെ രസകരമായ ഒരു സംഭവം. എന്തുകൊണ്ടെന്നാൽ പോലീസിന് പിടികിട്ടാൻ സാധ്യതയില്ലാത്ത ഒരാളും ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് പോലീസിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇത് വേറെ വഴിത്തിരിവിലേക്ക് ഈ കേസന്വേഷണം മാറ്റേണ്ടതുണ്ടെന്ന് പോലീസിന് വളരെ വിദഗ്ധമായിട്ട് മനസ്സിലാവുകയും അതുകൊണ്ട് തന്നെ അടുത്തുള്ള ആളുകളെയൊക്കെ അയൽവാസികളെയും അതുപോലെ അറിയുന്ന ആളുകളെയൊക്കെ കൂട്ടുപിടിച്ച് വീട്ടമ്മയെ ചോദ്യം ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസിന്റെ ഒരു തെളിവായിട്ട് കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വന്നത്. വീട്ടമ്മ കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിലും വീട്ടമ്മ അന്ന് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയിൽ കുറച്ച് സാധനങ്ങളുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യം CCTVയിൽ പതിയുകയും ആ CCTV ചെക്ക് ചെയ്ത് ഹോസ്പിറ്റലായിരുന്നു വീട്ടമ്മ പോയിരുന്നത്. ആ ഹോസ്പിറ്റലിന്റെ CCTV ചെക്ക് ചെയ്തപ്പോൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിയ കയ്യിലുള്ള സഞ്ചി ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം അവരുടെ കയ്യിൽ കാണുന്ന സഞ്ചിയിലെ നിറവ്യത്യാസം, സഞ്ചി മാറ്റമുണ്ടായിരുന്നു. ആ സഞ്ചിയുടെ നിറവ്യത്യാസമാണ് പോലീസിന് കൂടുതലായിട്ട് സംശയത്തിലേക്ക് ഇടവരുത്തിയത്. അതിന്റെ കാരണം ഈ വീട്ടമ്മയും അന്വേഷിച്ചപ്പോൾ വീട്ടമ്മയുമായിട്ട് ഈ ഒരു ഉസ്താദ് അൻവർ എന്ന ഉസ്താദിന് കൂടുതൽ നാളത്തെ ബന്ധമുണ്ടെന്ന് മനസ്സിലാവുകയും അങ്ങനെ ഈ ഉസ്താദ് പറഞ്ഞതനുസരിച്ച് വീട്ടിലുള്ള സ്വർണ്ണാഭരണങ്ങളും അതുപോലെ ക്യാഷ് 8 ലക്ഷം രൂപയും 40 പവൻ സ്വർണവുമാണ് കവർന്നെടുത്തത്. അതിന്റെ കൂടെ തന്നെ ഈ വിശ്വാസത്തിന് പിറകിലാണ് ഈ സംഭവങ്ങളെല്ലാം ഉസ്താദ് തട്ടിക്കൂട്ടിയത്. എന്തുകൊണ്ടെന്നാൽ ഈ പണവും സ്വർണവും വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്ക് മരണം സംഭവിക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചാണ് ഈ വീട്ടമ്മയെ ഉസ്താദ് കൈക്കലാക്കിയത്. അതിനനുസരിച്ച് പറഞ്ഞതനുസരിച്ച് ഈ പണത്തിന്റെയും സ്വർണത്തിന്റെയും ഓരോ ഗഡുക്കളായിട്ട് ഈ വീട്ടമ്മ ഓരോ ദിവസവും പോയിട്ട് ഉസ്താദിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഒരു 6 or 7 തവണ ഈ വീട്ടമ്മ ഇതുമായിട്ട് ഇവിടുന്ന് പോയിട്ടുണ്ട്, വീട്ടിൽ നിന്നും പോയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് ഇത് ചെക്ക് ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഉസ്താദിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും. ഈ 6-7 തവണയായിട്ട് ഈ വീട്ടമ്മ ഈ സഞ്ചിയിൽ സ്വർണവും പണവുമായിട്ടാണ് ഓരോ ദിവസവും പോയിട്ടുണ്ടായിരുന്നത്. ഭാഗികമായിട്ട് പണവും സ്വർണവും കൊണ്ടുപോയി അവിടെ കൊണ്ട് എത്തിക്കുകയും ഉസ്താദിനെ അത് ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് വീട്ടമ്മ പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ ഗഡുക്കളായിട്ട് ഈ പൈസയും സ്വർണവും എല്ലാം വീട്ടിലെത്തിയ ശേഷം ഉസ്താദിന്റെ കയ്യിൽ എത്തിയ ശേഷം ബാക്കി പിന്നെ വീട്ടിലൊന്നും ബാക്കിയില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഉസ്താദ് പറഞ്ഞ അടിസ്ഥാനത്തിൽ വീട്ടമ്മ ഇങ്ങനെ അഭിനയിക്കുകയായിരുന്നു. വീട്ടിലെ മുറി കുത്തി തുറന്ന രീതിയിലേക്ക് മാറ്റുകയും അതുപോലെ വീട്ടിലെ റൂമിനുള്ളിലെ അലമാരയിൽ നിന്നും ഡ്രസ്സുകളും മറ്റും വലിച്ചു വാരിയിരുന്ന രീതിയിലും ഒരു മോഷണം നടന്ന രീതിയിൽ തന്നെ അതിനെ പ്രകടിപ്പിക്കുകയും അത് പ്രസന്റ് ചെയ്യുകയും ചെയ്ത വീട്ടമ്മയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തത് ഈ ഉസ്താദാണ്. അതുകൊണ്ട് തന്നെ ഈ മോഷണ കേസിൽ പോലീസിന് ആദ്യം തന്നെ ഒരു കുത്തി തുറന്ന ഒരു നോർമൽ ആള് സാധാരണ ഒരു കള്ളൻ കുത്തി തുറക്കുന്ന രീതിയിലല്ല ഈ ഡോർ തുറന്നിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ആൾക്ക് സംഭവിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു കുത്തിത്തുറക്കൽ എന്ന രീതിയിൽ പോലീസിന് അത് ആദ്യമേ നിഗമനത്തിലെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഒന്നുകൂടി ഈ വീട്ടമ്മയെ ചോദ്യം ചെയ്യാൻ കാരണമായത്. അപ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വന്നത്. നമുക്ക് വിശദമായിട്ടുള്ള വീഡിയോസിലേക്ക് പോവാം. അതിനു മുൻപായിട്ട് നമുക്ക് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് വരാം. പട്ടാപ്പകൽ വീട് കുത്തി തുറന്ന് 40ഓളം പവനും 8.5 ലക്ഷം രൂപയും കവർന്ന കേസിലാണ് വമ്പൻ ട്വിസ്റ്റ് സംഭവിച്ചത്. ചെമ്പകശ്ശേരി ആശാൻ കോളനിയിൽ ആയത്ത് ഇബ്രാഹിംകുട്ടിയുടെ വീട്ടിൽ കവർച്ച നടത്തിയത് വീട്ടമ്മയായ ലൈല തന്നെയെന്ന് തെളിഞ്ഞു. വീട്ടിൽ അനർത്ഥമുണ്ടാകുമെന്നും ദുർമരണം സംഭവിക്കുമെന്നും ഭീഷണിപ്പെടുത്തി അൻവർ എന്ന മുസ്ലിം പുരോഹിതനാണ് ലൈലയെ കൊണ്ട് കവർച്ച നടത്തിയത്. മാനസികാസ്വാസ്ഥ്യം നേരിടുന്നയാളാണ് ലൈല. ബന്ധുവിന്റെ നിർദ്ദേശപ്രകാരമാണ് അൻവറിനെ കാണാൻ പോയത്. ലൈലയുടെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ അൻവർ സ്വർണവും പണവുമുണ്ടെന്ന് മനസ്സിലാക്കി വീട്ടിൽ നിരന്തരം സന്ദർശനം നടത്തി. തുടർന്ന് മോഷണം നടത്തേണ്ട വിധവും ലൈലയ്ക്ക് പറഞ്ഞുകൊടുത്തു. പലപ്പോഴായാണ് വീട്ടിലിരുന്ന സ്വർണവും പണവും ലൈല ഇയാൾക്കെടുത്ത് നൽകിയത്. പണം നഷ്ടപ്പെട്ടത് ബോധ്യപ്പെടുത്താനാണ് കവർച്ചാ നാടകം നടത്തിയത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ 11-നും വൈകിട്ട് 5-നും ഇടയിൽ വീട്ടിൽ ആളില്ലാത്ത നേരത്ത് മോഷണം നടന്നുവെന്നാണ് പോലീസിന് ലഭിച്ച പരാതി. വീടിന്റെ മുൻഭാഗത്തെ വാതിൽ തകർത്ത നിലയിലായിരുന്നു. ഇത് ലൈല തന്നെയാണ് ചെയ്തതെന്ന് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായി. ഈ മാസം 6-ാം തീയതിയാണ് കാസിനോ തിയേറ്ററിൻ്റെ സമീപത്തുള്ള ഇബ്രാഹിം എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ പകൽ സമയത്ത് ഏകദേശം 40 പവനും അതുപോലെ തന്നെ 8.5 ലക്ഷം രൂപയോളം മോഷണം നടന്നതായിട്ടുള്ള ഒരു അറിവ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളവിടെ പോവുകയും ഉടനെ തന്നെ ഈ വിവരം ജില്ലാ പോലീസ് മേധാവി വൈഫ് സക്സേന സാറ് അറിയുകയും ഉടനെ തന്നെ എനിക്ക് നിർദ്ദേശം നൽകുകയും ഒരു ടീം രൂപീകരിച്ച് ഉടനെ തന്നെ അന്വേഷണം നടത്തുന്നതിന് ടീം രൂപീകരിക്കാൻ പറയുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആലുവ എസ് ഐമാരായിട്ടുള്ള നന്ദകുമാർ, ശ്രീലാൽ, അതുപോലെ തന്നെ തൊട്ടടുത്ത ബിനാനുപുരം എസ് ഐ ഹാരിഷ്, എടത്തല എസ് ഐ അരുൺ, അതുപോലെ തന്നെ പ്രവേശന എസ് ഐമാർ, ഇവിടുത്തെ ആലുവല പ്രത്യേക സ്ക്വാഡിൻ്റെ ഹെഡ് ആയിട്ടുള്ള മാഹിൻ ഷാ, അതുപോലെ തന്നെ അമീർ, അതുപോലെ മനോജ്, നൗഫൽ, ഇത്രയും പേര് ടീം ചേർന്നിട്ടുള്ള വലിയൊരു 20 പേര്, ഇത് കൂടുതലുള്ള മറ്റ് പോലീസ് സേനാംഗങ്ങളെയും ചേർത്തിട്ടുള്ള 20 പേരടങ്ങിയുള്ള ടീം ഇത് അന്വേഷിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറൻസിക് വിദഗ്ധരും അതുപോലെ തന്നെ വിരലടയാള വിദഗ്ധരും എല്ലാവരും എത്തുകയും കൂടാതെ ടീമുകളായിട്ട് എസ് ഐമാരുടെ അണ്ടറിൽ ടീമുകളായിട്ട് പല ടീമുകളായിട്ട് ചേർന്ന് ഈ വീടിൻ്റെ ഇബ്രാഹിമിൻ്റെ വീടിൻ്റെ തൊട്ട് ചുറ്റുമുള്ള എല്ലാ CCTV ക്യാമറകൾ പരിശോധിക്കുകയും എല്ലാം 2-3 വട്ടം വീണ്ടും ഞങ്ങൾ പരിശോധിച്ച സമയത്ത് അവിടെ ഒരു ഇബ്രാഹിമിൻ്റെ വീട്ടിലേക്ക് വരുന്ന എക്സിറ്റും എൻട്രിയുമായിട്ടുള്ള ഒരു സ്ഥലത്തും ഒരാളും കടന്നു വരുന്നതായിട്ട് കാണപ്പെടാതിരിക്കുകയും അങ്ങനെ ഞങ്ങൾക്ക് സംശയം വരികയും തുടർന്ന് വീണ്ടും ഞങ്ങൾ അവൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരിശോധന ഡോറിൽ ഈ ബ്രേക്ക് ചെയ്ത ഡോറിൽ നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നത് അത് കാര്യമായിട്ടുള്ള ബ്രേക്ക് ചെയ്യാതെ ഒരു വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് അല്ല എന്ന് മനസ്സിലാകുകയും ഫിംഗർ പ്രിൻറ്റും മറ്റു കാര്യങ്ങളും എടുക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീടും വെരിഫൈ ചെയ്ത് വന്ന സമയത്താണ് കുറേ എൻട്രികൾ ഈ പറഞ്ഞ ഉസ്താദിൻ്റെ ഒരു എൻട്രി അവിടെ വരുന്നുണ്ട്. അതിനുശേഷം കുറേ 6 മാസത്തോളമായിട്ടുള്ള വീണ്ടുമുള്ള ഒരു പരിശോധന നടത്തി അപ്പോൾ ഉസ്താദിൻ്റെ ഒരു എൻട്രി വന്നു. അങ്ങനെ പിന്നീട് സംശയം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇബ്രാഹിമിൻ്റെ ഭാര്യ ഹോസ്പിറ്റലിൽ പോകുന്നതായിട്ടുള്ള അന്നേ ദിവസം ഏകദേശം 11 മണിക്ക് ശേഷം ഹോസ്പിറ്റലിൽ നമ്മുടെ അമൃത ഹോസ്പിറ്റലിൽ ചികിത്സക്കായിട്ട് പോകുന്നതായിട്ട് മനസ്സിലായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ലേഡിയുടെ CCTV ദൃശ്യങ്ങൾ എല്ലാം അവിടം വരെയുള്ള ദൃശ്യങ്ങൾ ശേഖരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായി നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ കുറേ വെയിറ്റുള്ള ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു, സഞ്ചി ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അമൃതയിലുള്ള വിഷ്വൽസ് ആ ഏരിയയിലുള്ള എടുത്തപ്പോഴത് സഞ്ചി വ്യത്യാസം വന്നു. അപ്പോൾ വീണ്ടും സംശയമായി. അങ്ങനെ പിന്നീട് നമ്മൾ ഇൻട്രോഗേഷൻ കാര്യങ്ങളും ആ ലേഡിയെയും അവരെല്ലാവരെയും കൊണ്ട് നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഉസ്താദിൻ്റെ ഒരു കാര്യം പറയുകയും ഈ ഉസ്താദുമായിട്ട് ഏകദേശം 2 വർഷമായിട്ട് അസുഖമായിട്ടുള്ള കാര്യം വെച്ച് ഒരു റിലേറ്റീവ് വഴി ആണ് ഉസ്താദിനെ കളമശ്ശേരിയിലുള്ള ഉസ്താദിനെ പരിചയപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ചെന്ന് കാര്യങ്ങൾ നടത്തുകയും പിന്നീട് ഉസ്താദ് അദ്ദേഹത്തിന് ഇവരുടെ ഇത്തരം രീതിയിലുള്ള അറിവില്ലായ്മ ഉപയോഗപ്പെടുത്തി വീട്ടിലെ സ്വർണവും അതുപോലെ പണവും ഉണ്ടെന്ന് ഉസ്താദിന് മനസ്സിലാകുകയും അവർ ബിസിനസ്സും മറ്റു കാര്യങ്ങളും നടത്തുന്നവരാണെന്ന് മനസ്സിലാകുകയും വീട്ടിൽ പണമുണ്ടെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതെങ്ങനെയെങ്കിലും കൈവശമാക്കണമെന്നുള്ള ഉസ്താദിൻ്റെ ബുദ്ധി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ പണത്തിലും അതുപോലെ തന്നെ സ്വർണത്തിലും എന്നാണ് ഇങ്ങനെയുള്ള ക്ഷുദ്രക്രിയകൾ ചെയ്തു വെച്ചിട്ടുണ്ട്, അത് വീട്ടിലിരിക്കുന്നത് ദോഷമാണെന്ന് പറയുകയും അങ്ങനെ അവിടെ വരുന്ന ഭർത്താവ് കൊണ്ടെന്ന് വെക്കുന്നതായാലും മറ്റുള്ള ആയിട്ടുള്ള സ്വർണങ്ങളും അതുപോലെ തന്നെ പണവും പല ടൈമുകൾ 6 പ്രാവശ്യമാണ് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പല ടൈമുകളിലായിട്ട് ഉസ്താദിൻ്റെ വീട്ടിലേക്ക് ഘടിപ്പിക്കുകയും ഉസ്താദിൻ്റെ വീട്ടിൽ ഈ പണവും അതുപോലെ തന്നെ സ്വർണവുമായിട്ട് ഈ ലേഡി പോവുകയും ഈ ലേഡി ഭയങ്കര
ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരിക്കുകയാണ് ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഈ പണവും ഇത് വെച്ച് കഴിഞ്ഞാൽ മക്കൾ അവിടെ ഉണ്ടെങ്കിൽ മക്കൾക്ക് ദോഷമുണ്ടാകും, മക്കൾ മരിച്ചു പോകുമെന്ന് പറയുകയും തുടർന്ന് പിന്നീട് ഈ പണവും അതുപോലെ തന്നെ ഈ സ്വർണവും അവിടെ തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഉസ്താദ് ഈ ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത്. ഇനി ഭർത്താവും മറ്റുള്ളവർ ഈ കാര്യം അറിയും, അവിടെ സ്വർണ്ണവുമില്ല പണവുമില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, ഇങ്ങനെ ഉസ്താദ് ഉപദേശിച്ചു കൊടുത്തു, അവിടെ ചെന്നിട്ട് ബ്രേക്ക് ചെയ്യുക, ഒരു കമ്പി എടുത്തിട്ട് കുത്തി ഇങ്ങനെ ബ്രേക്കിംഗ് കാണിക്കുക, ഭർത്താവിനെ വിളിച്ചു പറയുക, ഇങ്ങനെ മോഷണം പോയിട്ടെന്ന് പറയുക. ഒരിക്കലും ഉസ്താദിൻ്റെ പേര് പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ സ്പോട്ടിൽ ഇവരുടെ മകളും മകനും മറ്റു വീട്ടുകാരും ഭർത്താവും മരിച്ചു പോകുമെന്ന് പറഞ്ഞ ആ പേടിയിൽ ഈ ലേഡി കംപ്ലീറ്റ് സ്വർണവും കാര്യങ്ങളും എത്തിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഉസ്താദ് ഭയപ്പെടുത്തി ഈ പണവും സ്വർണവും അപഹരിക്കുകയാണ് ഉണ്ടായത്. ഉസ്താദിനെ നമ്മൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്ക്വാഡ് സെയിം ടീമും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇന്ന് ബാക്കിയുള്ള റിക്കവറീസും മറ്റു കാര്യങ്ങളും തരണം. സ്വർണവും അതുപോലെ തന്നെ പണവും പല സ്ഥലങ്ങളിലും അത് ചിലവാക്കി പോയതും അതുപോലെ തന്നെ പണയം വെച്ച് വിറ്റിട്ടുണ്ട്, പല ബാങ്കുകൾ വിറ്റിട്ടുണ്ട്. അതിൻ്റെ റിക്കവറി നടത്തണം. അതുപോലെ തന്നെ വീടുകളിൽ 2 വീടുണ്ട്, ആ 2 വീട്ടിലും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇന്ന് അറസ്റ്റ് ചെയ്ത ഈ അൻവറിനെ ഉസ്താദായിട്ടുള്ള അൻവറിനെ കോടതിയിൽ ഹാജരാക്കും. പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ആലുവ ടീം വളരെ നല്ല രീതിയിൽ നിങ്ങൾ പറഞ്ഞതുപോലെ വൻ കവർച്ച എന്ന് പറയുന്ന ആലുവയിലെ വൻ കവർച്ച അല്ലാണ്ടായി മാറി അപഹരണമായിട്ട് ഉസ്താദിൻ്റെ ഒരു ബുദ്ധി ഇവിടെ പ്രയോഗിച്ച് ഇത്തരം രീതിയിലുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഇത്തരം രീതിയിൽ ആൾക്കാർ വഞ്ചിതരാകാതിരിക്കുക എന്നുള്ളതാണ് പോലീസിന് പറയാനുള്ളത്. ഈ പാവപ്പെട്ട അറിവില്ലാത്ത ലേഡീസിനെ അടക്കമുള്ള രീതിയിൽ ഇത്തരം ക്രിയകളുണ്ട്, മരണപ്പെട്ടു പോകും എന്നൊക്കെ പറയുന്ന ഈ മന്ത്രവാദമടക്കമുള്ള അല്ലെങ്കിൽ ഇത്തരം രീതിയിലുള്ള കാര്യങ്ങൾ ജനങ്ങൾ ഈ കാരണം കൊണ്ട് തന്നെ ബോധവാന്മാരാകുക എന്നുള്ളതാണ് പോലീസിന് നൽകാനുള്ള ഒരു മെസ്സേജിനെ സംബന്ധിച്ച്. ഇതിലിപ്പോൾ നമ്മൾ ഇന്നലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാലൻസുള്ള നമ്മൾ റിക്കവറി 1.5 ലക്ഷം രൂപയോളം കിട്ടിയിട്ടുണ്ട്. കുറേ സ്വർണം നമ്മൾ ഇന്നലെ നമുക്ക് അറസ്റ്റ് ചെയ്തതിന് ശേഷം റിക്കവറി ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഇതുകൾ പല നമുക്കതിൻ്റെ ഡീറ്റെയിൽ കിട്ടിക്കഴിഞ്ഞു. പല ബാങ്കുകളിൽ വിറ്റിരിക്കുകയാണ്. അതിൻ്റെ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് ഞങ്ങൾ റിക്കവറി നടപടികൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അന്ധവിശ്വാസം, ദുരാചാരം, ഇതിൻ്റെയൊക്കെ പേരിൽ എത്രയോ ആളുകളാണ് പെട്ടുപോകുന്നത്. എത്രയോ ആളുകളുടെ സ്വത്തും പണവും സമയവും ഒക്കെയാണ് ഇല്ലാതാകുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് ആലുവയിൽ കണ്ടത്. കഴിഞ്ഞ 6-ാം തീയതിയാണ് ആലുവയിൽ കാസിനോ തിയേറ്ററിന് തൊട്ടടുത്തായി ഒരു കവർച്ച നടന്നു എന്ന് പറഞ്ഞ് വീട്ടുകാരനായ ഇബ്രാഹിം പോലീസിൽ കൊണ്ട് പരാതി കൊടുക്കുന്നു. പോലീസ് വന്ന് പരിശോധിക്കുന്നു. ഏതാണ്ട് 8.5 ലക്ഷം രൂപയും 40 പവൻ്റെ സ്വർണവും കവർ ചെയ്യപ്പെട്ടു എന്നുള്ളതായിരുന്നു അന്ന് പരാതിയായി ഉണ്ടായിരുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇത് വീട്ടിലുള്ള ഒരാൾ കൂടി ഇതിൽ പങ്കുണ്ടോ എന്നൊരു സംശയം പോലീസ് ഉണ്ടായില്ല. ഏതായാലും ഇന്ന് രാവിലെ ഈ കളമശ്ശേരി സ്വദേശിയായ ഉസ്താദ് എന്ന് വിളിക്കുന്ന അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോഴാണ് ഈ സംഭവത്തിൻ്റെ കള്ളി വെളിച്ചത്താകുന്നത്. ഏതാണ്ട് ഈ അൻവർ എന്ന് പറയുന്നയാൾ ഈ പറയുന്ന വീട്ടമ്മയുമായി കഴിഞ്ഞ കുറേ കാലമായി അടുത്ത ബന്ധത്തിൽ ആയിരുന്നു. ഇയാൾ ഈ വീട്ടമ്മയോട് പറയുന്നു, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്വർണവും പണമൊക്കെ അത് മരണകാരണമാണ്, മരണഹേതുവാണ്, അത് അവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് ദുരന്തം വരും, അതുകൊണ്ട് രഹസ്യമായി അത് എടുത്തുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നു. അങ്ങനെ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 6 തവണയായിട്ടാണ് അവരുടെ വീട്ടിലുണ്ടായിരുന്ന പണവും സ്വർണവും ഒക്കെ തന്നെ ഈ വീട്ടിലെ വീട്ടമ്മ തന്നെ പുറത്ത് കൊണ്ടുപോയി ഈ പറയുന്ന മന്ത്രവാദിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഉസ്താദ് എന്ന് പറയപ്പെടുന്ന അൻവറിന് കൊണ്ടുപോയി കൊടുത്തത് എന്നാണ് പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഈ വീട്ടിലെ പണവും സ്വർണ്ണമൊക്കെ തരുന്നു. ആ സമയത്ത് ഭർത്താവ് ഇത് അറിയുമെന്ന് പറയുന്ന ഒരു അവസ്ഥ വരുന്നു. ആ സമയത്താണ് ഈ പറയുന്ന അൻവർ തന്നെ ഈ വീട്ടമ്മയോട് പറയുന്നു, ഒരു നാടകം കളിക്കാം, ഈ വീട്ടിൽ മോഷണം നടന്നു എന്ന് പറഞ്ഞാൽ മതി, മോഷണം എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്ന്. അതായത് ഈ വീട്ടമ്മയോട് തന്നെ പറയുന്നു, നിങ്ങൾ തന്നെ ആ വീടിൻ്റെ വാതിലൊക്കെ തന്നെ പൊളിക്കണം, ഇങ്ങനെ പൊളിക്കണം, വീട്ടിനകത്ത് ഇന്ന രീതിയിൽ ഇന്ന സീൻ ക്രിയേറ്റ് ചെയ്യണം, അതായത് ഈ തുണിയൊക്കെ വലിച്ചു വാരിയിടണം, എന്നിട്ട് പറയണം, ഇങ്ങനെ പറയണം, അതായത് മോഷണം പോയി, താൻ പുറത്തേക്ക് പോയ സമയത്ത് മോഷണം പോയി എന്ന് പറയണം. അങ്ങനെയൊക്കെ തന്നെയാണ് പരാതി കൊടുത്തത്. പക്ഷേ ഏറ്റവും ഒടുവിൽ പോലീസ് ശാസ്ത്രീയ പരിശോധന നടത്തുകയും സമയത്ത് CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുകയും ചെയ്തപ്പോൾ ഇടയ്ക്കൊക്കെ ഈ ഉസ്താദ് അവിടെ വന്നു പോകുന്നത് കണ്ടത്. ഈ സംഭവം നടന്നു എന്ന് പറയുന്ന സമയത്ത് ഈ പറയുന്ന വീട്ടമ്മ മാത്രമേ പുറത്തേക്ക് പോയിട്ടുള്ളൂ, വേറെ ആരും അവിടെ വന്നിട്ടില്ലായിരുന്നു. എന്തായാലും ചോദ്യം ചെയ്യലിൽ ഇതൊരു ഡ്രാമയാണ്, ഇതൊരു ഗൂഢാലോചനയാണ്, മന്ത്രവാദത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുർമരണം ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തി ഈ വീട്ടമ്മയെ കൊണ്ട് ഈ സ്വർണവും പണവും അപഹരിപ്പിച്ച് തൻ്റെ കൈക്കലാക്കുകയായിരുന്നു ലക്ഷ്യം എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇതൊക്കെയാണ് നമ്മുടെ സിദ്ധിയുടെ പേര്, അതുപോലെ നമുക്ക് കഴിവുള്ള സിദ്ധാന്തത്തിന്റെ പേര്, അതോടെ വിശ്വാസത്തിന്റെ പേര് മറ്റുള്ളവരെ വഞ്ചിക്കുമ്പോൾ ഉണ്ടാകുന്ന
ഒരു നിമിഷത്തിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ തന്നെ അത് പുറം ലോകം അറിയുമ്പോൾ അത് എത്രമാത്രം മറ്റുള്ളവരിലേക്ക് ഒരു മെസ്സേജ് ആയിട്ട് പോകുന്നുണ്ടെന്ന് നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്കിലും ഈ ഉസ്താദിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കാര്യങ്ങൾ ഈ സ്വർണങ്ങളെല്ലാം ഉസ്താദ് പകുതി പല മാസങ്ങളായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ്, അടുപ്പിച്ച് നടക്കുന്ന സംഭവങ്ങളല്ല. അപ്പം മാസങ്ങളായി നടക്കുന്ന സംഭവങ്ങൾ ആയതുകൊണ്ട് തന്നെ ഈ ഉസ്താദ് കിട്ടുന്ന സ്വർണവും പൈസയൊക്കെ ചെലവാക്കിയിട്ടുണ്ടായിരുന്നു. സ്വർണം വിറ്റിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് ജ്വല്ലറികളിൽ നിന്നും മറ്റും പോലീസ് അത് റിക്കവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ ഇങ്ങനെയാണ് കേസ് മുന്നോട്ട് പോയത്. നമ്മുടെ വിശ്വാസത്തിന്റെ പേരിൽ മറ്റൊരാളെ ചതിക്കുന്ന രീതിയിലാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പല വിശ്വാസികളെയും ഇയാൾ ഇങ്ങനെ ചതിച്ചിട്ടുണ്ടാവും എന്നാണ് പോലീസിന്റെ നിഗമനം. അതുകൊണ്ട് അവരാരെങ്കിലും ഇനി ഇതുപോലെ കംപ്ലൈന്റുമായിട്ട് വന്നാൽ അത് കേസ് അന്വേഷിക്കുമെന്ന് പോലീസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇനിയും മറ്റു കഥകളിലേക്കും മറ്റു സ്റ്റോറികളിലേക്കും ഇത് നീങ്ങുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ടോക്ടേഴ്സിന്റെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയിൽ അംഗമാവാൻ നിങ്ങൾ ശ്രമിക്കുക. ടോക്ടേഴ്സ് മറ്റൊരു എപ്പിസോഡുമായി നിങ്ങളെ മുമ്പിൽ വരുന്നവരേക്കും ഇന്ന് വിട പറയുന്നു. ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ടോക്ടേഴ്സ്.